പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് Realme GT Neo 3Tയുടെ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. ആക്ച്വലി Realme Q5 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് ഇന്ത്യയിലേക്ക് റീബ്രാൻഡ് ചെയ്ത് Realme GT Neo 3T ആയിട്ട് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. സോ ഇതിൻ്റെ ഒഫീഷ്യൽ ലീക്സ് ആൻഡ് റൂമേഴ്സ് തന്നെ കമ്പനി എന്നെ പറഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ബോക്സിനകത്ത് 80 വാട്ട്സിൻ്റെ ഒരു ചാർജറും ടൈപ്പ് സി കേബിളും നമുക്ക് കാണാനായിട്ട് പറ്റും. അതോടൊപ്പം സിലിക്കൺ കേസും കുറച്ച് പേപ്പർ വർക്ക്സും കാണാനായിട്ട് പറ്റും. നേരെ നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് വരികയാണെങ്കിൽ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.62 ഇഞ്ചസിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റും HDR10+ സപ്പോർട്ടബിളുമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണിത്. 1300 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നെസ് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേക്കകത്ത് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1080p × 2400 പിക്സൽസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. അതായത് 20:9 റേഷ്യോ. അതോടൊപ്പം 398 ppi ഡെൻസിറ്റി വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വളരെ നല്ലൊരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം അത്രയ്ക്ക് നല്ലൊരു കിടിലൻ ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബാക്കിലത്തെ ബിൽറ്റ് ആൻഡ് ക്വാളിറ്റി ഡിസൈൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 194 ഗ്രാമിൻ്റെ വെയിറ്റ് വരുന്നുണ്ട്. 8.7 mm തിക്നെസ്സുമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരാനായിട്ട് പോകുന്നത്. എവിടേക്കോ Realme GT2 Proൻ്റെയും GT2ൻ്റെ ആ ഒരു ക്യാമറ ഡിസൈൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഇതിൻ്റെ കുറച്ചുകൂടെ നല്ല കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. വൈറ്റിനേക്കാളും കുറച്ചുകൂടെ ഞാൻ പ്രിഫർ ചെയ്യുന്ന കളറും ബ്ലാക്ക് കളറാണ്. താഴെയായിട്ട് Realmeയുടെ എപ്പോഴും കാണുന്ന പോലെ തന്നെ ഒരു ബ്രാൻഡിങ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒരു ഓറഞ്ച് ടോണ്ട് കളറായിട്ട് വരുമെന്നാണ് റൂമേഴ്സിൽ പറയുന്നത്. Realme GT Neo 3ക്ക് ശേഷം വരാൻ പോകുന്ന ഒരു കിടിലൻ ഫോണായിരിക്കും ഇത്. ഇനി മുതൽ iQOO Neo 6നെ പ്രതിരോധിച്ച് അല്ലെങ്കിൽ iQOO Neo 6നെ കൊല്ലാൻ വേണ്ടി വരാൻ പോകുന്ന ഒരു സ്മാർട്ട് ഫോൺ, അല്ലെങ്കിൽ ഒരു കില്ലർ ഫ്ലാഗ്ഷിപ്പ് iQOO Neo 6 കില്ലർ എന്ന് വേണമെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. കാരണം iQOO Neo 6 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ വളരെ കിടിലൻ ഫോണായിരുന്നു. അതിനെ പൊട്ടിക്കാൻ വരുന്ന ഒരു കിടിലൻ ഫോണാണിത്. ഇതിൻ്റെ ബോക്സിനകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ 80 വാട്ട്സിൻ്റെ ചാർജർ ഉണ്ട്. 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നത്. വളരെ സ്പീഡായിട്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ചാർജ് കയറുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ iQOO Neo 6ൽ 4700 mAh ബാറ്ററി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് 5000 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. അത് വളരെ വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. എത്രയും വേഗം അല്ലെങ്കിൽ ഈ ഒരു ജൂൺ മാസം തന്നെയായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഇനി ബാക്ക് ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പാണ് കാണാനായിട്ട് പറ്റുന്നത്. 64 മെഗാപിക്സലിൻ്റെ വൈഡും 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡും 2 മെഗാപിക്സലിൻ്റെ മാക്രോ ക്യാമറയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1080p at 30 fps വരെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ നമുക്ക് ഗൈറോ EIC കിട്ടുന്നതാണ് 1080p 30 fps. അതേ മറിച്ച് നമ്മൾ 4K 30 fps 60 fps നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് മാക്സിമം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ബട്ട് അവിടെ EICൻ്റെ സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ എടുത്താൽ കുറച്ച് ക്യാമറ സാമ്പിൾസും കാര്യങ്ങളൊക്കെ നോക്കാം. സോ ഇതിനകത്തെടുത്ത ക്യാമറ സാമ്പിൾസൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അക്യുറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കളർ വൈബ്രൻസി ഉള്ള ഫോട്ടോസാണ് നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ കാണാനായിട്ട് പറ്റുന്നത്. നല്ല കിടിലൻ ഫോട്ടോസ് തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 16 മെഗാപിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇത്രയും മാത്രമേ ഈ ഒരു വീഡിയോയ്ക്ക് ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇത് ഫാസ്റ്റ് റിവ്യൂ വീഡിയോ ആണ്. സോ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡീറ്റെയിൽഡ് അൺബോക്സിങ്ങും റിവ്യൂസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അണ്ടിൽ ദെൻ ദിസ് ഈസ് ആദ്യം സൈനിങ് ഓഫ്. ബൈ. അടുത്ത വീഡിയോ കണ്ടുമുട്ടാം. Ta-da.